ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് ആഗോള സഭ ദൈവിക കാരുണ്യത്തിൻ്റെ തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ്. ഈ അവസരത്തിൽ ദിവീന മിസ്രിക്കോർദിയ മിനിസ്ട്രിയിലെ ഓരോരുത്തർക്കും ഞാൻ ഈ തിരുനാളിൻ്റെ എല്ലാവിധ സ്നേഹാശംസകളും നേരുകയാണ്. ഈ തിരുനാൾ ആഘോഷിക്കുന്നത് വഴി ദൈവത്തിൻ്റെ കരുണ, കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ അനുഭവിച്ച കരുണ മറ്റുള്ളവർക്ക് നൽകി അനേകം പേരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രത്യേക പ്രാർത്ഥന. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ആശീർവാദം തരുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളിൽ വന്നണഞ്ഞ് നിങ്ങളിലെന്നും നിലനിൽക്കുമാറാകട്ടെ. My dear friends of Divine Mercy, it gives me great joy to wish each and every one of you a very happy feast of our Divine Mercy. I know that this year all of you were working very hard to promote this feast everywhere, in families, in parishes, in dioceses, and even in workplaces, and everywhere you try to promote this devotion to Divine Mercy. As your spiritual director, I am really proud of your efforts in this common endeavor to tell the world that Jesus is ever merciful, that Jesus is ever compassionate, that Jesus is patient and blesses all people who go to Him with complete trust. May God bless each and every one of you, your families, and all those who are sick, and those your children, your parents, and everyone who needs your and mine prayers. May God bless you. Once again, I wish you a very happy feast of Divine Mercy. Jesus, I trust in you. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ദൈവകരുണയുടെ പ്രേക്ഷിതരെ, ദൈവകരുണയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ദൈവത്തിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേരുകയാണ്. ദൈവകരുണയുടെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ നവീന പ്രാർത്ഥനകൾ, ഒരുക്ക ശുശ്രൂഷകൾ, ഇവരെല്ലാം എല്ലാവരും പരിപൂർണമായി സഹകരിച്ചു. എല്ലാവർക്കും നന്ദി പറയുകയാണ്. പ്രത്യേകമായിട്ട് അഭിമന്യ പിതാക്കന്മാരുടെ പ്രോത്സാഹനം, അവരുടെ സന്ദേശങ്ങൾ, ബഹുമാനപ്പെട്ട വൈദികരുടെ അവരുടെ ശുശ്രൂഷകൾ, സൂമിലൂടെ മറ്റ് പല അവസരങ്ങളിലും പല ശുശ്രൂഷകളിലൂടെയും സന്യസ്തർ അവരുടെ നിസ്വാർത്ഥമായിട്ടുള്ള ശുശ്രൂഷ സൂമിലൂടെ മറ്റ് ഗ്രൂപ്പുകളിലൂടെയെല്ലാം എല്ലാവരെയും ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ദൈവകരുണയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഫാദർ പിയോസ് സെബാസ്റ്റ്യൻ. I wish you all a happy feast of Divine Mercy. We have to be in the world. We have to be on the word. And we have to be for the word. We have to be in the world. We have to be on the word.
without L. And we have to be for the word without L. Then only we will be at God's mercy. Mother Mary, she's our model, she's our example. We shall be at the mercy of Lord Jesus Christ in this occasion of Divine Mercy Feast. Wish you all happy feast. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ദിവീന മിസറിക്കോർഡിയ മിനിസ്ട്രിയിലെ അംഗങ്ങളെ, അഭ്യുദയകാംക്ഷികളെ, നമ്മൾ ഡിവൈൻ മേഴ്സി സൺഡേ ആഘോഷിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ദിവസം, ദൈവകരുണയുടെ ഓർമ്മ, ദൈവം നമുക്ക് തൻ്റെ സ്വപുത്രനിലൂടെ പ്രദർശിപ്പിച്ച ആ കരുണ നമ്മൾ ഓർക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥനാശംസകളോടൊപ്പം എൻ്റെ അനുഗ്രഹ ആശിസ്സുകളും നേരുന്നു. നിങ്ങൾ വളരെ പ്രശംസനീയവും ശ്ലാഘനീയവുമായ ഒരു മിനിസ്ട്രിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്, ഒരു ദൗത്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരുണയുടെ മിഷണറി ആയിരിക്കുക, ദൈവത്തിൻ്റെ കരുണ മറ്റുള്ളവരിൽ എത്തിക്കുക. അതോടൊപ്പം തന്നെ ആ കാരുണ്യം ജീവിക്കുന്നതിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭയുടെ അജപാലകന്മാർക്ക് വേണ്ടി, ഓരോ പ്രേക്ഷിതർക്ക് വേണ്ടി, അച്ഛന്മാർക്ക്, സിസ്റ്റേഴ്സിന്, ബിഷപ്സിന്, ആത്മായ പ്രേക്ഷിതർക്ക് തുടങ്ങി മിഷൻ പ്രവർത്തനം ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു ദൗത്യമാണ്. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപ നിങ്ങളുടെ മേൽ ചൊരിയുകയും ചെയ്യും. തുടർന്നും ഈ മിനിസ്ട്രി തുടരുക. ഞാൻ എത്യോപ്യയിൽ നിന്നാണ് നിങ്ങളെ വിഷ് ചെയ്യുന്നത്. ബിഷപ്പ് വർഗീസ് തോട്ടങ്കരയാണ്. ഇവിടെ ഈ വളരെയധികം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വളരെയധികം പേര് ദൈവസ്നേഹം അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ ഇടയിൽ അത് ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ആവശ്യമാണ്. തുടർന്നും പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകളും അനുഗ്രഹാശിസ്സുകളും നേർന്നുകൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. Dearly beloved brothers and sisters of Divina Misericordia Ministry of the Catholic Church, greetings to you from St. Thomas Mount, where St. Thomas, the apostle to India, was martyred for the sake of Jesus Christ. The Sunday after Easter is celebrated as Divine Mercy Sunday for the Catholic Church. For us, the Orthodox Church, we celebrate the feast of St. Thomas on the Sunday after the Easter. So on behalf of us, we wish you all the best, and we send our greetings and blessings in the name of the Father and the Son and of the Holy Spirit. All of you may be filled with the mercy of God and the grace of God, and may your ministry be a blessing to the church and to the world. God bless you all. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ ദൈവകരുണയുടെ പ്രേക്ഷിതരായി നല്ല ശുശ്രൂഷ ചെയ്യുന്ന ദിവീന മിസറിക്കോർഡിയ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലെ എല്ലാ അംഗങ്ങൾക്കും തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു. ദൈവകരുണയുടെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ആത്മാർത്ഥമായി പ്രഘോഷിക്കുവാനുള്ള പരിശ്രമത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചുറ്റുമുള്ള അനേകർ വലിയ സങ്കടത്തിലും നിരാശയിലും കുറ്റബോധത്തിലും കഴിയുന്നുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ പലതാണ്. പിശാചിൻ്റെ ഈ തന്ത്രം മനസ്സിലാക്കി
ഇതിനെതിരെ ശക്തമായി പോരാടുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മുടെ പാപങ്ങളും കുറവുകളും നിസ്സാരങ്ങളാണെന്ന് മനസ്സിലാക്കി മാനസാന്തരത്തിലേക്കും ജീവിത നവീകരണത്തിലേക്കും നമുക്ക് കടന്നു വരാം. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നമുക്ക് എത്താനും അനേകരെ ഈ സന്ദേശം അറിയിക്കുവാനും നമുക്ക് സാധിക്കണം. ഇത്തരത്തിൽ ദൈവകരുണയും ദൈവസ്നേഹവും പ്രത്യാശയും പ്രതീക്ഷയും പകർന്നു കൊടുക്കുമ്പോൾ നാം ദൈവകരുണയുടെ പ്രേക്ഷിതരായി തീരും. ദിവീന മിസറിക്കോർദിയ ഇന്റർനാഷണൽ മിനിസ്ട്രിയിലൂടെ അനേകായിരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവകരുണ പ്രഘോഷിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും തങ്ങളുടെ ജീവിതത്തിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഈ മിനിസ്ട്രിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന അഭിമന്യ പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും അൽമായ ശുശ്രൂഷകരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവകരുണ ലോകമെങ്ങും പ്രഘോഷിക്കുവാനുള്ള ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ദൈവകരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്തീനായുടെയും ദൈവകരുണയുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ്റെയും മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നമുക്കെല്ലാവർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യമറിയിക്കുന്നതാണ്. വളരെ അധികം ലോകത്തിൽ ജനങ്ങൾ പീഡ അനുഭവിക്കുന്നവരാണ്. കൊറോണ മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് വേദന അനുഭവിക്കുന്നവരാണ്. അവരെല്ലാവരും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നതാണ്. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ വർഷിക്കുവാൻ വേണ്ടി നമുക്കിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരുടെ എല്ലാ ജീവിതത്തിലേക്കും സാഹചര്യങ്ങളിലേക്കും പ്രത്യേകിച്ച് അവരുടെ രോഗാവസ്ഥയിലേക്കുമെല്ലാം ദൈവത്തിൻ്റെ കരുണ ധാരാളമായി വർഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഫൗസ്തീനായോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നവർ ആരും ഒരിക്കലും ഭഗ്നാശരാകുകയില്ല. അപ്പോൾ ആ വാഗ്ദാനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനോട് ഇന്ന് പ്രത്യേകം ദയയ്ക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യർക്കും കർത്താവിൻ്റെ ദയയുടെ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. My dear Divine Mercy devotees, in the first place, let me wish you a happy Easter, filled with the peace and joy of the risen Lord. We are celebrating Divine Mercy Sunday, and I'm happy to give you this message on the occasion of this beautiful feast. I'd like to begin with a common experience that all of us have, the experience of our own weakness, our own frailty. The book of Proverbs chapter 24 verse 16 says, "The just man sins 7 times." All of us are conscious of our sinfulness, and that is why each time we enter the divine presence, we plead for forgiveness. Like the publican, we say, "Have mercy on me, O God, for I am a sinner." My dear friends, what is God's answer to our plea for forgiveness? Reason would tell us that the answer would be in the line of justice. Justice is reasonable. If I hurt you, justice would demand that I be paid back in the same coin. An eye for an eye, a tooth for a tooth is the voice of reason.
Revelation, however, tells us that the answer is not so much justice as mercy. God does not treat us with a logical therefore. He does not say, you have sinned, therefore I punish you. Rather, he says, you have sinned, nevertheless I forgive you and welcome you. That is the teaching of the entire Bible. Over 290 verses in the Old Testament and 70 in the New Testament contain statements on the mercy of God towards His people. The book of Lamentations has a verse which all of us are very familiar with. The steadfast love of the Lord never ceases. His mercies never come to an end. They are new every morning. Great is your faithfulness. And Psalm 116, number 5, sums up the whole experience of the Israelites. Gracious is the Lord and righteous. Our God is merciful. John Paul II, in his encyclical Dives in Misericordia, describes God's love, manifested in the Bible, as a love that gives, love more powerful than betrayal, grace stronger than sin. And the New Testament, my dear friends, is filled with the teachings on God's mercy. He is a God who, as the letter to the Ephesians chapter 2 verse 4 says, a God who is rich in mercy, whose mercy extends from generation to generation for those who fear Him. Luke chapter 1 verse 50. And Jesus takes pains to bring out this facet of God's mercy. He does it through His entire life. Jesus could be described the icon of the Father's mercy. And in His whole teaching, He brings out so powerfully this aspect of God, especially through His three parables: the lost coin, the lost sheep, and the prodigal son. We should speak rather of the prodigal father who wastes his love on his wayward son. My dear friends, on this Divine Mercy Sunday, I want to wish each of you a happy feast. The feast summons us to open our hearts to the streams of merciful love that flow from the pierced heart of Jesus. We will realize for ourselves the words of Saint Faustina, the apostle of Divine Mercy. She writes in her diary, Divine Mercy is God's love reaching down to meet the needs and overcome the miseries of His creatures. Love is the flower, mercy the fruit. I want to express in a special way my appreciation for the members of the Divine Misericordia Internationalis. You live this devotion and you propagate it. May God pour out His abundant mercy on you and through you to the rest of the world. A happy feast to each one of you. പ്രശംസിക്കാൻ ശക്തരല്ല